Kitex Flowers TV Awards. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാറ്റഗറിയാ. അശ്വതിക്കും എനിക്കും ഒക്കെ ചിലപ്പം ജയിക്കാൻ പറ്റിയ ഒരു കാറ്റഗറി ആയിരുന്നു, പക്ഷെ എന്തോ നടന്നില്ല. Kitex Flowers TV Awards co-powered by Merry Boy Ice Cream and Bima Jewels. Yes. Gold sponsor KLM Group and silver sponsor Thatri. മികച്ച ടെലിവിഷൻ അവതാരക അല്ലെങ്കിൽ അവതാരകൻ. ആ ഒരു കാറ്റഗറി നമുക്കൊക്കെ കണ്ണുണ്ടായിരുന്ന ഒരു കാറ്റഗറിയാണ്, പക്ഷേ ചാൻസ് കിട്ടിയില്ല, പ്ലേ പോയി. അപ്പൊ എന്തായാലും ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നതിനായി വേദിയിലേക്ക് വളരെയധികം എനർജറ്റിക് ആയ ഒരു കലാകാരിയെ ഞാൻ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സിനിമയായാലും സീരിയലായാലും സ്റ്റേജ് ആയാലും ഷീ ട്രൂലി റോക്സ്. തസ്നി ഖാൻ. പൂക്കളെ പോലെ കളർഫുൾ ആയിട്ടാണ് തെസ്നി ചേച്ചി ഇവിടെ എത്തിയിരിക്കുന്നത്. ചേച്ചിക്ക് എന്താണ് നമ്മളുടെ ഇവിടുത്തെ കിഴക്കമ്പലത്തെ പ്രേക്ഷകരോട് പറയാനുള്ളത്? നമസ്കാരം, ഗുഡ് ഈവനിങ്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു അവാർഡ് ഫംഗ്ഷന് ഒന്ന് റിലാക്സായി അവാർഡൊക്കെ പ്രഖ്യാപിക്കാൻ വരുന്നത്. സാധാരണ പുറകിൽ മേക്കപ്പൊക്കെ ഇട്ട് സ്കിറ്റ് ചെയ്യാൻ കാത്തിരിക്കുക ഞാൻ. എനിക്ക് പ്രമോഷൻ കിട്ടിയിട്ടോ. നമുക്ക് സ്റ്റേജിലേക്ക് ഒരാളെ കൂടെ വിളിക്കാനുണ്ട്. മലയാളികൾക്ക് ഒരുപോലെ പ്രിയങ്കരിയായ മറ്റൊരു നടിയെ കൂടി നമുക്ക് വിളിക്കാനുണ്ട്. ശ്രീമതി സോന നായർ. വളരെയധികം സന്തോഷമുണ്ട് നമ്മളുടെ കിഴക്കമ്പലത്തെ പ്രേക്ഷകരുടെ മുന്നിൽ വെച്ച് ഇങ്ങനത്തെ ഒരു TV അവാർഡിൽ പങ്കെടുക്കുമ്പോൾ ചേച്ചിയുടെ ഒരു ഫീലിംഗ് എന്താണ്? അങ്ങ് തിരുവനന്തപുരത്ത് നിന്നും ഈ ഒരു അവാർഡ് ചടങ്ങിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ. ആ പ്രതീക്ഷകൾക്ക് ഒരു ഇതുപോലും നഷ്ടപ്പെടുത്താതെ ഇത്രയും മനോഹരമായ ഈ സായം സന്ധ്യയിൽ അവാർഡ് ദാനം എന്നുള്ളതിൽ ഒരു വിപ്ലവ തരംഗം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് നല്ല നല്ല പരിപാടികൾ കുറച്ച് നാളുകളേ ആയിട്ടുള്ളൂ ഈ ഒരു ചാനൽ മലയാളക്കരയാകെ ലോകമെമ്പാടുമുള്ള മലയാളി മനസ്സിനെ ഒന്നടങ്കം പിടിച്ചു വച്ചത്. ഇത്തരത്തിലുള്ള ഒരു മനോഹരമായ ചാനലിൽ മനോഹരമായ ഈ സായം സന്ധ്യയിൽ എന്താ പറയണ്ടേ, 2 ആങ്കേഴ്സ് തൊട്ടടുത്ത് നിൽക്കുകയാണ്. അപ്പം ബെസ്റ്റ് ആങ്കർ എന്നുള്ളതിൽ ആണ് ഈ ഒരു ചടങ്ങിലേക്ക് വിളിച്ചത്. വളരെ സന്തോഷം. ആങ്കർ എന്നുള്ളതിന് മാത്രമല്ല, ഇവിടെ അവാർഡ് വാങ്ങിപ്പോയ എല്ലാ അവാർഡ് ജേതാക്കൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആശംസകൾ. താങ്ക് യു വെരി മച്ച് സോന ചേച്ചി. 25,000 രൂപയുടെ ക്യാഷ് അവാർഡാണ് മികച്ച അവതാരകന് ലഭിക്കാൻ പോകുന്നത്. ഇത് നൽകുന്നത് മെറി ബോയ് ഐസ്ക്രീം പാർട്ട്ണർ ശ്രീ ബിനോയ് ജോസഫ്. ഓൾറൈറ്റ് തെസ്നി ചേച്ചി, നമുക്ക് അനൗൺസ്മെന്റ് അങ്ങ് നടത്താം. യെസ്. രമേശ് പിഷാരടി ബെഡായി ബംഗ്ലാവ്. Kitex Flowers TV Awards. മികച്ച അവതാരകൻ. ഇന്നത്തോടുകൂടി അത്തരത്തിലുള്ള ചേട്ടന്റെ എല്ലാ ചിന്തകൾക്കും ഒരു തീരുമാനം ഉണ്ടാകാൻ പോവാ. അല്ലെ, വിൽപ്പനയിൽ ഞാൻ അതിവിദഗ്ധനാണല്ലോ. എങ്ങനെ, എന്ത് വിറ്റെന്നാ നീ പറയുന്നത്? ആ ഭാര്യയുടെ താലി ഞാനല്ലേ വിറ്റത്. അവതരണ മികവിലൂടെ പ്രേക്ഷകരെ അമ്പരപ്പിച്ചും ചിരിപ്പിച്ചും മുന്നേറിയ ഏഷ്യാനെറ്റിലെ ബെഡായി ബംഗ്ലാവിന്റെ അവതാരകൻ രമേശ് പിഷാരടി. Kitex Flowers TV Awards co-powered by Merry Boy Ice Cream and Bima Jewels. ബഡായി ബംഗ്ലാവ് എന്ന പ്രോഗ്രാമിന്റെ മികവുറ്റ അവതരണത്തിന് വേദിയിലേക്ക് നമ്മൾ രമേശ് പിഷാരടിയെ സ്വാഗതം ചെയ്യാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ പിഷു വളരെ ബിസിയാണ്. ഈ പ്രോഗ്രാം ഹിറ്റായതോടെ പിഷു ഇരുന്നിട്ടില്ല, ഓടി നടക്കുക ഷോ ചെയ്ത്. എൻ്റെയൊക്കെ ചാൻസ് പോയി കഴിഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട്, പിഷു ഇല്ലെങ്കിലും ആ ഷോയിൽ അതുപോലെ തന്നെ ഹിറ്റാക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന് അവാർഡൊന്നും ഇല്ല, പക്ഷെ ഈ പിഷുവിന്റെ അവാർഡ് അദ്ദേഹത്തെ കൊണ്ട് അത് ഏറ്റുവാങ്ങാൻ എന്തുകൊണ്ടും അർഹൻ അദ്ദേഹം തന്നെയാണ്. നല്ലൊരു കഴിവ്. ലെറ്റ്സ് വെൽക്കം ധർമ്മജൻ ചേട്ടൻ. പ്രിയങ്ക ട്രോഫി കൈമാറുന്നതായിരിക്കും. രമേശ് പിഷാരടിക്ക് വേണ്ടി ആ ഒരു അവാർഡ് മികച്ച സർട്ടിഫിക്കറ്റ് ആൻഡ് 25,000 രൂപയുടെ ക്യാഷ് അവാർഡ് തെസ്നി ചേച്ചി ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കാം. അദ്ദേഹത്തിന് കല്യാണം കഴിക്കാൻ ഞാൻ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും
എങ്ങനെയുണ്ട് ധർമ്മൻ ചേട്ടാ, ഒരു 25,000 രൂപയുടെ ഒരു ചെക്കും ഒരു ബ്യൂട്ടിഫുൾ ട്രോഫിയും ഒക്കെ രമേശ് പിഷാരടി മികച്ച അവതാരകനായതുകൊണ്ട് അദ്ദേഹത്തിന് നന്നായി കൊടുക്കണം, കൈമാറണം, ഏറ്റുവാങ്ങിയതിൽ നന്ദി. നമ്മൾ ഫ്ലവേഴ്സ് TV ഒന്ന് തീരുമാനിച്ചു, ദൈവം മറ്റൊന്ന് തീരുമാനിച്ചു. അതായത് ബെഡായി ബംഗ്ലാവ് എന്ന പ്രോഗ്രാമിനാണ് അവന് ഈ മികച്ച അവതാരകനുള്ള പുരസ്കാരം കിട്ടിയത്. 25,000 രൂപയും കിട്ടിയിട്ടുണ്ട്, പ്രശസ്തി പത്രവും ഒരു ഫലകവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഏറ്റുവാങ്ങാൻ ഉള്ള ഭാഗ്യം എനിക്കാണ്. അത് ദൈവത്തിനറിയാം അത് എനിക്ക് തരേണ്ട അവാർഡാണ് എന്നുള്ളത്. ശ്രീകണ്ഠൻ സാറിൻ്റെ മോളുടെ കല്യാണം വിളിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ അന്ന് ഗൾഫിലൊരു പരിപാടിക്കിലായിരുന്നു. ഗോകുലം ഗോപാലൻ ചേട്ടൻ്റെ ബർത്ത്ഡേ 3-4 വർഷം അടുപ്പിച്ച് പോയി. ഈ പ്രാവശ്യം പോകാൻ പറ്റിയില്ല. അതിൻ്റെ പ്രതികാരമായിട്ട് എനിക്ക് കിട്ടേണ്ട അവാർഡ് പിഷാരടിക്ക് കൊടുത്തത് ശരിയായില്ല എന്നുള്ള തീരുമാനമുണ്ട്. പക്ഷേ അത് മേടിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കാണ്. ഇതിനി അവന് കൊടുക്കണോ വേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും. എന്തായാലും ഇവിടെ പറഞ്ഞ മറ്റൊരു കാര്യം, ഇവിടെ ഒരു വീട് നിർമ്മിച്ച് നൽകുന്ന 200 വീടുകൾ നൽകുന്ന ഒരു കാര്യം ഇവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. എൻ്റെയും പിഷാരടിയുടെയും ചെറിയ വരുമാനത്തിൽ നിന്ന് ഞങ്ങൾ കരുതുന്ന ഒരു വലിയ വരുമാനം ഇതിലേക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി സംഭാവന ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. Thank you so much, Dharmajan Cheta, and congratulations to Ramesh Pisharadi, Sonu Chechi, Tesni Chechi, and Priyanka.